എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ പ്രധാന പത്രങ്ങൾ വലിയ പേജിൽ കൊടുത്തിരിക്കുന്ന പല പ്രഗത്ഭ വ്യക്തികളുടെയും പ്രസ്താവനകളാണ്. ഒപ്പം അതിന് വേണ്ട പ്രചോദനമാകുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളും വായിക്കാനിടയായി. എന്നാൽ ഇന്നത്തെ പരസ്യവും അതിൻ്റെ പ്രസ്താവനയും കണ്ടാൽ നാളെ മുതൽ തന്നെ ഒരു വലിയൊരു തുടക്കം കുറിക്കുന്നതായിരിക്കും. പക്ഷേ ഇതിന് എത്ര മണിക്കൂറത്തെ ആയുസ് ഈ പത്രപ്രസ്താവനകൾക്കുണ്ടെന്ന് പോയ കാലത്തിലെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാമോ എന്നുള്ളതേ ഉള്ളൂ. എന്തായിരുന്നാലും പത്രത്തിന് ഒരു വാർത്തകൾ കിട്ടുന്നത് വളരെ നന്നാണ്. എനിവേ, കാരണം ഈ മയക്കും മരുന്നും ഈ അടിപിടി കേസുകളും അത് ഒരു സൈഡിൽ ഇങ്ങനെ തുറന്നു കൊണ്ട് തന്നെ ഇരിക്കും. നീ എത്ര അടിപിടി കണ്ട് ആര് കൊന്നാലും അവരെ, അത് സ്റ്റുഡൻസ് ആണെങ്കിൽ അവരെ പോലീസ് പ്രൊട്ടക്ഷനിൽ സ്കൂളിൽ കൊണ്ട് അവരുടെ എക്സാം എഴുതാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അതിന് യാതൊരു കുഴപ്പമില്ല. ഈ പയ്യൻ മരിച്ച കേസിലുള്ള പ്രതികളുടെ ഈ വാട്സപ്പിൽ തന്നെ എടാ നമ്മൾ തല്ലിക്കൊന്നാലും നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല, ആൾക്കൂട്ടം ചേർന്ന് തല്ലിയാലും ഒരു പ്രശ്നമില്ല, എന്തായാലും നമ്മളെ ഒന്നും ശിക്ഷിക്കാൻ പറ്റില്ല. അവരത്ര പ്രഗത്ഭമായി അത്ര വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വച്ചിരിക്കുകയാണ്. പരസ്പരം വാട്സപ്പ് ചാറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ്. ഇതാണ് ദ വെൽ പ്ലാൻഡ്. ജസ്റ്റിസ് ശ്രീ കമാൽ പാഷ പറയുകയുണ്ടായി. അത് ശരി, വാസ്തവമാണ്. ഇപ്പോൾ 14 വയസ്സുള്ള കുട്ടികൾ, അവർക്കുള്ള ബുദ്ധി ഏതാണ്ട് 35-40 വയസ്സുള്ളവരുടെ ബുദ്ധിയാണ് ഇപ്പോഴത്തെ 14 വയസ്സുള്ള കുട്ടികൾക്കുള്ളത്. അവർക്കെന്ത് തന്ത്രം എന്തും കാണിക്കാനുള്ള ധൈര്യവും അവർക്കെന്തും അതിനെ കണ്ടറിയാനും കേട്ടറിയാനുള്ള എല്ലാ കഴിവും ബുദ്ധിയും ശക്തിയും അവർക്കുണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടം അതാണ്. ഇനി അതിങ്ങനൊരു തുടർക്കഥയായിരിക്കും. അപ്പോഴാണ് ഇന്നലത്തെ മറ്റൊരു വിധി കണ്ടത്. ADM നവീൻ ബാബുവിൻ്റെ ആ ഒരു വിധി, അത് പഴയ അതേ വിധി തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് നീതിപീഠത്തെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. അത് നോർമൽ എന്താണോ അതേപോലെ. പക്ഷേ ഒരു കൂട്ടർക്ക് വളരെ സന്തോഷിക്കാനുള്ള ഇവരുടെ ആത്മവിശ്വാസം പറഞ്ഞു. ഇനി അവർക്ക് എന്തും കാണിച്ചാലും അത് അവരുടെ പോലീസുകാരിൽ ഇൻ്റലിജൻസ് തീർക്കാമെന്നുള്ള കേസേ ഉള്ളൂ. ഇവിടെ CBI അതൊന്നും വരില്ല. അവർക്ക് ഒരു തുറന്ന ഒരു എന്താ പറയുക, തുറന്ന രീതിയിൽ എന്തും ചെയ്യാനുള്ളൊരു സംവിധാനം അവർക്ക് ഉണ്ടായി. പാപം നഷ്ടം ആർക്കാണ്? നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന്. അവരിനി അടുത്ത് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ട തയ്യാറെടുപ്പെന്നാണ് കേൾക്കുന്നത്. ഇനി അത് എവിടേക്കാണെന്ന് നമുക്ക് നോക്കാം. നീതിപീഠത്തെ ഒരിക്കലും നമ്മൾ അധിക്ഷേപിക്കാനോ കുറ്റം പറയാനോ സാധിക്കില്ല. കാരണം അത് വേറൊരു ഒരു ബോഡിയാണ്. അവർ നമുക്കൊന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല, ഒരു അഭിപ്രായം പറയാൻ പറ്റിയില്ല. പിന്നെ ഇന്നലെ ഒരു ആത്മഹത്യ 3 പേരുടെ ശവശരീരം കൊണ്ടുപോകാൻ ഒരു കള്ളപ്പാതിരിയും അവരുടെ അനിയനും കൂടെ വന്നു. അതിന് വേണ്ട പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ നമ്മുടെ ഗവൺമെൻറ് കൊടുത്തു. ആ ബോഡി അവിടെ നിന്ന് കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. തീർന്നു. അവനൊരു കുഴപ്പമില്ല. ഇനി അറിയില്ല, ശരിക്കും പറഞ്ഞാൽ അവൻ്റെ പേരിൽ ഒരു ആരോപണവും ഇല്ല. അത് അവന് എന്തും ചെയ്യാം. ഇനി ഇതുപോലെ പലവന്മാരും സ്വന്തം ഭാര്യയെ പീഡിപ്പിച്ച് കൊന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം അവന് എല്ലാ സപ്പോർട്ടും ആരെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തോളും. അവരുടെ ഇതും കൊണ്ട് അവനങ്ങ് പോയി. ഇനി അവനെ വീണ്ടും വിലസാം. പിന്നെ ആ കള്ളപ്പാതിരിക്ക് അവനെ വീണ്ടും ഇതുപോലെ പല പരിപാടികളും ചെയ്ത് അവനും അങ്ങനെ അങ്ങോട്ട് ജീവിക്കാം. പിന്നെ ഇനി പറയാനായി നമുക്ക് പ്രത്യേകിച്ച് എന്തല്ലോ പോസിറ്റീവായിട്ട് ഒന്നുമില്ല.
ഒന്നും പറയാനുമില്ല. നമുക്ക് ഇവർ പലതും നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഈ സ്റ്റേറ്റ്സിൽ നടക്കും. അത് നമ്മളിങ്ങനെ മിണ്ടാപ്രാണികളെ പോലെ കണ്ടുകൊണ്ടിരിക്കാം. അതെല്ലാം വന്ന് ഒന്നുമില്ല, ഞങ്ങളിപ്പോൾ ആക്ഷൻ എടുത്ത് ഇപ്പോൾ തട്ടിക്കളെ ഇപ്പോൾ ഒക്കെ പറഞ്ഞ് അവരെല്ലാം അങ്ങനെ പറഞ്ഞ് അവർ ദേ ആർ വെൽ ട്രെയിൻഡ് പീപ്പിൾ. പിന്നെ ഇന്നത്തെ നമ്മുടെ നിയമസഭയിൽ നമ്മുടെ എന്താ പറയുക സ്പീക്കറിൻ്റെ കുറേ പരിപാടികളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അദ്ദേഹത്തിന് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഈ പുള്ളിക്കാരനും ചില സമയത്ത് സ്പീക്കറാണെന്ന് ചിലപ്പോൾ മറന്നു പോകും. പുള്ളി പണ്ട് MLA ആയിരിക്കുമ്പോൾ അവിടെ തലശ്ശേരിയിലൊക്കെ കാണിക്കുന്ന ചില സ്റ്റൈലൊക്കെയാണ് പാർലമെൻറ്റിലും കാണിക്കുന്നത്. അതും ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയില്ല. ആരെയും ക്വസ്റ്റ്യൻ ചെയ്യാനും മൈക്ക് ഓഫ് ചെയ്തുള്ളതെന്ന് പറയും, ഭീഷണിപ്പെടുത്തും. എന്തായിരുന്നാലും നമുക്കൊരു കാര്യം ഉറപ്പായി, ഇവിടെ ഇതെല്ലാം നടക്കും. ഇവിടെ എന്തിനെങ്കിലും ഒരു അവസാനം കാണണമെങ്കിൽ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ജസ്റ്റ് ഉദാഹരണം, ഇന്നത്തെ പത്രം വായിച്ചാൽ ഇപ്പോൾ ഇവിടെ നാളെ മുതൽ ഇതുണ്ട് അങ്ങോട്ട് അടിപൊളിയായിരിക്കും, ഇനി ഇവിടെ ഒന്നും സംഭവിക്കില്ല, എല്ലാം ഇൻടാക്ട് എന്ന് പറയും. പിന്നെ വേറൊരു പത്രവാർത്ത, കള്ളു കുടിക്കുന്നവർ കേഡർ പാർട്ടിയിൽ ഉണ്ടാവില്ല, അവരെ പുറത്താക്കും. നല്ല രസമുള്ളൊരു വാർത്തയാണ്. വെരി ഗുഡ്, ഒക്കെ നല്ലതാണ്. അവരുടെ പ്രസ്താവനകൾക്ക് യാതൊരു കുഴപ്പമില്ല. അത് റെഡിമെയ്ഡ് പ്രസ്താവനകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ നമുക്ക് ഇന്നത്തെ ഈ വാർത്തകൾ നല്ല രസമുള്ള വാർത്തകളാണ്. ഇന്നലെ ഇഷ്ടത്തിനുള്ള പോലീസ് എസ്കാർട്ട് കൊടുത്തി ആ മരിച്ച 3 മൃതശരീരങ്ങളെ സംസ്കരിക്കാനുള്ള എസ്കാർട്ട് ആ 2 ക്രിമിനൽസുകൾക്കും നമ്മുടെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്ത് ആ മൃതദേഹത്തെ അവിടെ എത്തിച്ചു. അവർ സംസ്കരിച്ചു. ഗുഡ്, തീർന്നു. പിന്നെ ഒരു പയ്യനെ തല്ലിക്കൊന്ന ആ പിള്ളേർക്ക് നല്ല രീതിയിൽ അവൻ്റെ എക്സാം എഴുതാനുള്ള പ്രൊട്ടക്ഷനും ഗവൺമെൻറ് കൊടുത്തു. ഇനി ഇതിനപ്പുറം എന്താ വേണ്ടേ? പിന്നെ നമ്മുടെ ഹൈക്കോടതിയിൽ നിന്നും വിജയകരമായി പാർട്ടിക്കാർ അതിൽ കുറ്റാരോപിതർക്ക് വിജയകരമായി ആസ്വദിക്കാനുള്ള ഒരു വിധിയും കിട്ടി. ഇനി പാവം നവീൻ ബാബുവിൻ്റെ കുടുംബം ഇനി അടുത്ത് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ പ്രസ്താവനകളും ഇന്നത്തെ ഇതെല്ലാം കൊണ്ട് മയക്കുമരുന്നിൻ്റെ കാര്യം നാളെ മുതൽ ഭയങ്കര ഓപ്പറേഷനായിരിക്കും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തവങ്ങും വിലുങ്ങും ഇനിയിപ്പോൾ കാണാം. നാളെ പരമ്പരകളായിരിക്കും. അവിടെ മയക്കുമരുന്ന് കുടിച്ചു, മയക്കുമരുന്ന് ഉപയോഗിച്ചവരെടുത്തു, സ്റ്റോക്ക് റൂം കണ്ടെത്തി. ഇതെല്ലാം നാളെ ഒരുപക്ഷെ ചിലപ്പോൾ വല്ല ന്യൂസും വരാം. അല്ലെങ്കിൽ അതൊരു മിന്നാമിനിങ്ങിൻ്റെ കഥ പോലെ അതങ്ങോട്ട് അസ്തമിക്കുകയും ചെയ്യാം. ഇതൊക്കെ ഇന്നത്തെ ഹാട്ട് ന്യൂസിന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് കാൾഡ് ഹാട്ട് ന്യൂസ്. ശരിക്കും പറഞ്ഞാൽ സ്ലോ ന്യൂസ്. നമ്മുടെ സ്റ്റേറ്റ്സിലെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ സ്ലോ ന്യൂസ്. നിർത്താം. വീണ്ടും നാളെ നമുക്ക് കാണാം.